ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മൾ ഡേ 1, അതായത് ഫസ്റ്റത്തെ ദിവസത്തെ ലീഡ് കോഡ് ചലഞ്ചിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾ നോക്കണ്ട, ഇനി ഡെയിലി നിങ്ങളെ കൂടെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, പക്ഷേ നാളെ തൊട്ടിട്ടുള്ള വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ കൂടെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ സെർച്ച് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം ഞാൻ എത്ര ടൈം എടുത്തെന്നും അതിൽ പറയും, അതായത് ആ വീഡിയോ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ടൈം ആ ഒരു വീഡിയോ തന്നെ പറയും. ഓക്കെ, അങ്ങനെയായിരിക്കും പോകുന്നുണ്ടാകുക. അപ്പോൾ ഫസ്റ്റത്തെ ദിവസത്തെ വീഡിയോയിനകത്തേക്ക് കമോൺ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അതായത് ആഡ് ടു ഇൻറ്റിജേഴ്സ്. ദാറ്റ് ലിങ്ക് ഓപ്പൺ after you are watching this type of window. Okay, now add to integers and this question number. Okay, any confusion about this question, you are just copy the title, then search YouTube, get a solution. Okay, that's give two integers num1 and num2. Okay, return sum of the two integers. Okay, num1 and num2, sum of two integers are in this question. Okay, and example also given. Okay, num1 equal to 12 and num2 equal to 5. Output is 70. This only example you are watching. I already attended fumigation. You will get this answer because this is very simple answer. I selected this time JavaScript. Okay, you are select any language, Java, C++, C or TypeScript, any language you are select. I selecting this time JavaScript because I only not C already learned, but I selecting this time JavaScript. This is my domain language. First, the num1 and num2, these two variable is declared. Okay, this already or this compiler is initialized. Okay, not change anything. This I think that okay, this is setting this compiler. അതായത് ഈ ഒരു കമ്പൈലർ ഇവിടെ മാത്രമുള്ളതാണ്. ഓക്കെ, അല്ലാണ്ട് ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളെ കോഡ് റൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ജസ്റ്റ് റൈറ്റ് റിട്ടേൺ num1 plus num2. In JavaScript you are put semicolon or not. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ അത് സെമിക്കോളൻ ഇടുന്നുണ്ടെങ്കിൽ ഇടാണ്ടിരിക്കുന്നില്ല. നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഇത് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ ഇട്ടോ ഇല്ലെങ്കിൽ ഇട്ടേ. ഇപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആക്കിയാൽ മതി, കൺട്രോളും മേലോട്ടുള്ള എക്സ്റ്റേണൽ മാർക്കും ഞെക്കിയാൽ ഇവിടെ റൺ ചെയ്യും. റണ്ണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ടെസ്റ്റ് കേസ് ഉണ്ട്. ഈ ഒരു 2 ടെസ്റ്റ് കേസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടി വേറെ ടെസ്റ്റ് കേസ് ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഒരു ഐക്കൺ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഇപ്പോൾ 2 ടെസ്റ്റ് കേസിൽ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അതായത് ഞാൻ കേസ് 1ഉം കേസ് 2ഉം പാസ്ഡ്. ദാറ്റ് ടൈം ദാറ്റ് കളർ ഗ്രീൻ കളർ മാർക്ക് ഈസ് ബ്ലൈൻഡ്. This accepted. Okay, then you click control and enter at submission. Okay, my question is my answer is accepted. This is very simple question. ഇവിടെ നടന്നത് ഇപ്പോൾ അറിയാത്തവർക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത് നമ്മൾ റിട്ടേൺ ആണ്. ഓക്കെ, അതായത് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ റിട്ടേൺ ആണ്. ഇവിടെ 2 നമ്പേഴ്സ് ഇവിടെ ആർഗ്യുമെൻ്റായിട്ട് 2 നമ്പേഴ്സ് പാസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റിട്ടേണും കൊടുത്ത്. ആർഗ്യുമെൻറ്റ് num1 num2 ഇത് നമ്മളായിട്ടൊന്നും കൊടുക്കേണ്ട വാല്യൂ അത് ഇവർ തന്നെ കേസ് ഇട്ട് പരീക്ഷിക്കും. ഓക്കെ, അത് ഓർ തന്നെ ഓരോ കയ്യിലുള്ള വാല്യൂ ഇട്ട് ഓർ നോക്കിക്കോളും.
ഇവിടെ നമ്മൾ റിട്ടേൺ കൊടുത്താൽ മാത്രം മതി, സിമ്പിളാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു PDF-ലുള്ള അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ കയറിയിട്ട് ആരും വലിയ ക്വസ്റ്റ്യൻ എടുക്കാൻ പറയില്ല. ഓക്കെ, ഞാനും എടുക്കില്ല. കാരണം ആദ്യം ഇതും ഒരു സിമ്പിൾ ഓർഡറിലൊന്നുമല്ല, അത്യാവശ്യം ഓർഡറിലാണെങ്കിലും പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്തുനിന്നും സെലക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാകുക. അതായത് സിമ്പിൾ ഏതാണെന്ന് നോക്കിയിട്ടായിരിക്കും പോകുന്നുണ്ട്. ആദ്യം ഞാൻ സിമ്പിളൊക്കെ എടുത്തിട്ടായിരിക്കും ലാർജിലേക്ക് നടക്കുന്നുണ്ടാകുക. മീഡിയം ഹെവിയിലേക്ക് ഇപ്പം എടുത്തൊന്നും എത്തില്ല, ഒരു 2 മാസം കഴിഞ്ഞ് എത്തിയിരിക്കും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് നമുക്ക് കൺകാറ്റ് എടുക്കുക. ഓക്കെ, കൺകാറ്റനേഷൻ വെരി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ എല്ലാ പ്രോപ്പർട്ടീസും അത്യാവശ്യം അറിയെങ്കിൽ കൺകാറ്റനേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ടാവും. അതായത് അതിനകത്തുള്ള ഓരോ കാര്യം ഉപയോഗിച്ചാൽ ഇങ്ങനെ കിട്ടും. ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങ് റീഡ് ചെയ്യാം. ഗിവൺ ഇൻറ്റീജർ അറേ നംസ്. ഓക്കെ, that array names is nums. Okay, arrayൻ്റെ നെയിമാണ് nums of length n. That's array length is n. Okay, you want to create an array now ends. Okay, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു അറേൻ്റെ കാര്യമാണ് ഇവിടെ ആൻസ് എന്ന് കൊടുത്തത്. ഓക്കെ, ദാറ്റ് ആൻസ് നം ഓഫ് ലെങ്ത് ഈസ് 2n. അതായത് നംസ് എന്ന് അറേൻ്റെ n ആയിരുന്നു ലെങ്ത്. ഓക്കെ, ബട്ട് ക്രിയേറ്റഡ് അറേ ഈസ് ആൻസ്. അതായത് ആൻസർ കിട്ടേണ്ട ആ ഒരു അറേൻ്റെ ലെങ്ത് 2n ഉണ്ടാവണം. അതായത് ഇവിടെ n എന്ന് വെച്ചാൽ ഒരു 3 വാല്യൂസ് അറേൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ഉള്ളതെങ്കിൽ ഇവിടെ എന്താണ് 2 × 3, അതായത് 6 വാല്യൂസ് ഇൻസൈഡ് ഉണ്ടാവണം. ഓക്കെ, ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, വേർ ആൻസർ ഈസ് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് വിട്ടോ. ഓക്കെ, ഞാൻ വായിക്കുന്നില്ല. സ്പെഷ്യലി കൺകാറ്റിനേഷൻ ടു നംസ്. അതായത് ആൻസർ ഈസ് കൺകാറ്റിനേഷൻ ഓഫ് 2 നംസ്. അതായത് 2 നംസിൻ്റെ കൺകാറ്റിനേഷൻ ആയിരിക്കും ആൻസർ. ഓക്കെ, അതായത് കൺകാറ്റിനേഷൻ എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക, ആ ഒരു കാര്യമായിട്ട് ഓർത്താൽ മതി. ഓക്കെ, അതായത് ഇതാണ് ആദ്യത്തെ അറേ. ദിസ് ഈസ് ഫസ്റ്റ് അറേ. ഓക്കെ, നംസ് ഈസ് ഈക്വൽ ടു 1 to 1. ഔട്ട്പുട്ട് ഈസ് 1 to 1, 1 to 1. ഓക്കെ, എക്സ്പ്ലനേഷൻ ദി arrays are formed as a following ബ്ല ബ്ല ബ്ല. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് വേണ്ട എന്താ, അതായത് ഒരു ആൻസർ എടുത്ത് ഓക്കെ ആ ഒരു അറേ, അതായത് നമുക്ക് തരുന്ന ആ ഒരു അറേൻ്റെ എന്താണ് 2 അറേ, അതായത് ഇങ്ങനെ 1 to 1, 1 to 1. അതായത് ഈ അറേയിലുള്ളിലുള്ള എലമെൻറ്റ് തന്നെയാണ് ഈ അറേൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റും. ഓക്കെ, 2 അറേൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സും ഈസിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ജാവാസ്ക്രിപ്റ്റിലെ കോൺസെപ്റ്റാണ്. ഓക്കെ, അതായത് റെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ റെസ്റ്റ് അല്ല, ഞാനിവിടെ സ്പ്രെഡ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പറേറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ജാവാസ്ക്രിപ്റ്റിലെ കോൺസെപ്റ്റ് അറിയെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായെന്ന് വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ചെയ്തു പോകേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് അതായത് റിട്ടേൺ ആയിട്ട് നമുക്കൊരു അറേയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട്, അതായത് ഈ റിട്ടേൺ ആയിട്ട് പോകുന്ന വാല്യൂ ഇത് പോലെ ഉണ്ടാവണം. അതായത് ഇവിടെ എന്താണ് തരുന്ന ആ ഒരു കാര്യം തന്നെ ആയിരിക്കണം ഔട്ട്പുട്ടായിട്ട് ഇവിടെ നിന്ന് പോകേണ്ട റിട്ടേൺ. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഈസ് അറേ, അതുകൊണ്ട് നമുക്ക് പോകേണ്ടതും ഒരു അറേയാണ്. അപ്പോൾ അറേൻ്റെ ഉള്ളിൽ എന്താ കാര്യം കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു അറേൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ് 2 തവണ പ്രിൻ്റ് ആകുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്. അതായത് ഇവിടെ അറേ ആയിട്ട് നമുക്ക് വന്ന നംസ് ആണ്. ഓക്കെ, അറേ ഈസ് റെപ്രസെൻറ്റഡ് ആസ് നംസ്, അതായത് അറേൻ്റെ നെയിം നംസ് എന്ന് പറഞ്ഞാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ അറേൻ്റെ ഉള്ളിലേക്ക് നമുക്ക്, അതായത് അറേ വന്നു കഴിഞ്ഞ്, ഓക്കെ, അതായത് ഈ പുറത്തുള്ള 2 ബോക്സ് വന്നു കഴിഞ്ഞ് ഇനി അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് മാത്രം വന്നാൽ മതി. അതിൻ്റെ ഉള്ളിലെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അതായത് ജസ്റ്റ് 3 കുത്തിടുക, അതാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ. അതായത് എന്നിട്ട് നംസ് എന്ന് കൊടുക്കുക.
ഇത് ഇപ്പം നടന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള അറയാണെങ്കിൽ ഈ ഒരു അറേനെ പൊളിക്കും. അതായത് ഇപ്പോൾ ഒരു അറേൻ്റെ ഉള്ളിൽ അതുള്ള ആ ഒരു അറേനെ അത് ബ്രേക്ക് ചെയ്യും. പിന്നെ 1 to 1 എന്ന് മാത്രമാണ് ഉണ്ടാകുക. പക്ഷേ ഇവിടെ പുറത്തൊരു അറയുള്ളതുകൊണ്ട് ഇപ്പോൾ അറേ ഓഫ് 1 to 1 എന്നാണ് ഉണ്ടാകുക. ഇനി നമുക്കൊരു കൊമയിടണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വീണ്ടും വേണ്ടത് 1 to 1 അല്ലേ. ഇപ്പോൾ സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് നംസ് കൊടുക്കുക. ഇപ്പോൾ എന്തായി, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആയിട്ടുണ്ട്. അതായത് നംസിന് അതിനായി സ്പ്രെഡ് ഓപ്പറേറ്റർ കൊടുത്ത്, സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് ചെയ്യുന്നത് വെച്ചാൽ അതൊരു അറയാണെങ്കിൽ എന്ത് ചെയ്യും, അറേനെ സ്പ്രെഡ് ചെയ്യും. അതായത് അതിൻ്റെ ഉള്ളിലുള്ള ബ്രാക്കറ്റ് അങ്ങ് പൊളിക്കും. അപ്പോൾ 1 to 1 ആവും. പിന്നെ ഒരു കോമയിട്ട് വീണ്ടും നംസ് കൊടുത്താൽ അവിടെയും വീണ്ടും ആ ഒരു അറേനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പം വീണ്ടും 1 to 1 വരും. പുറത്ത് ഒരു 2 അറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒരു അറയിൽ വരും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക, 1 to 1 1 to 1 എന്ന് ആൻസർ വരും. ഇനി നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. നമ്മളെ കേസൊക്കെ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻഡ് കൊടുക്കുക. ഇവിടെ ഇതാ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ നമുക്ക് എന്തെങ്കിലും ഈ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ആൾക്കാർ ചെയ്ത് വെച്ച സൊല്യൂഷനൊക്കെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് വേണ്ടപ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് മാത്രമുള്ള ചില കാര്യങ്ങളും ഇതിലുണ്ടാവും. അത് നമ്മൾ നോക്കണ്ട. നമുക്ക് വേണ്ടിയൊക്കെ ഇതിലുണ്ട്. പിന്നെ യൂട്യൂബ് അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഓക്കെ, സെർച്ച് ചെയ്താലും കിട്ടും ഗൂഗിളിൽ. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഐ സെലക്റ്റഡ് സ്മോളസ്റ്റ് even multiples. Okay, because this second question is അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻ അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം, നെക്സ്റ്റ് ഡേ. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് സ്മോളസ്റ്റ് ഈവൻ മൾട്ടിപ്പിൾസ്. ഓക്കെ, given a positive integers is representing n. Okay, that's return the smallest positive integer that is multiple of 2 and n. ഓക്കെ, അതായത് റിട്ടേൺ ചെയ്യേണ്ട എന്തായിരിക്കണം, സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം. ഓക്കെ, അത് റിട്ടേൺ ചെയ്യേണ്ടത് സ്മോളസ്റ്റ് ഇൻറ്റീജർ ആയിരിക്കണം. ഓക്കെ, ഇൻറ്റീജർ ആയിരിക്കണം എന്ന് മാത്രമല്ല, ഇവിടെ കണ്ടീഷനും കൊടുത്തിരുന്നുണ്ട്. എന്തിൻ്റെ സ്മോളസ്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 2 and n. ഓക്കെ, ആൻഡല്ല ബോത്ത്. അതായത് ഈ റിട്ടേൺ ചെയ്യേണ്ട സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ എന്തായിരിക്കണം, 2ൻ്റെയും n-ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. ആ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. അതായത് 2ൻ്റെയും ഇത് സിമ്പിളായിട്ട് നോക്കിയാൽ 2ൻ്റെയും n-ൻ്റെയും സ്മോളസ്റ്റ് മൾട്ടിപ്പിളാണ് ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് റെപ്രസെൻ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവിലേക്ക് പോയാൽ ഇതിലും ചെറിയ വാല്യൂ കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത് എന്താ, പോസിറ്റീവ് മാത്രമാണ്. ഓക്കെ, പോസിറ്റീവിൻ്റെ അകത്തുള്ള സ്മോളസ്റ്റ് വാല്യൂ നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് n8 നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് തന്നിട്ടുള്ള 5 ആണ്. ഓക്കെ, അതായത് n5 ഔട്ട്പുട്ട് 10 ആയിരിക്കണം എന്ന്. ഓക്കെ, അതായത് n5 എന്ന് വെച്ചാൽ ഈ ഒരു ഇൻറ്റീജർ 5 ആണ്. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജർ 5 ആണ്. പിന്നെ ഇതാ 2ൻ്റെയും 5ൻ്റെയും എന്തായിരിക്കണം, ലീസ്റ്റ് പോസിറ്റീവ്, അതായത് സ്മോളസ്റ്റ് ഇൻറ്റീജർ, അതായത് സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റിയ സ്മോളസ്റ്റ് ഇൻറ്റീജർ എന്തായിരിക്കണം, 10. അതായത് ഇൻറ്റീജർ ഇൻറ്റു ചെയ്താൽ 10 കിട്ടും. അതായത് 2 into 5 അതാണ് ഇവിടുത്തെ 10. ഇതെങ്ങനെ വന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമുക്കിവിടെ നോക്കേണ്ടത് 2ൻ്റെയും 5, അതായത് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് n5 ആണ്. ഓക്കെ, 2ഉം ഇതിൻ്റെ രണ്ടിൻ്റെയും ലീസ്റ്റ്, അതായത് സ്മോളസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയ ഇൻറ്റീജർ ആയിരിക്കണം നമുക്ക് വേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ എന്ത് കാണാൻ പറ്റും, അതായത് അതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് വേണ്ടത് സ്മോളസ്റ്റ് 2നെ കൊണ്ട് ഡിവൈഡല്ല മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റിയ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ, അതായത് സ്മോളസ്റ്റ് 2 ഈവൺ. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്മോളസ്റ്റ് ഈവൺ മൾട്ടിപ്പിൾ എന്നാണ് പറയുന്നത്. ഒരു ഈവൺ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമുക്ക് ഡിവൈഡഡ് ബൈ, അതായത് ആ ഈവൺ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എന്തായിരിക്കും, ഈവൺ അല്ല ഈവൺ മോഡ്
ഓക്കെ. മോഡ് 2 എന്ന് വെച്ചാൽ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം നോക്കിയാൽ മതി. അതായത് ഒരു ഈവൻ നമ്പേഴ്സിനെ നമ്മൾ മോഡ് ചെയ്താൽ അപ്പോൾ 0 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ആ ഒരു കാര്യം തന്നെ എടുത്തു നോക്കിയാൽ, അതായത് ഒരു ഈവൻ നമ്പർ നമ്മൾ മോഡ് വെച്ച് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ആൻസർ 0 ആയിരിക്കും ഒപ്പം ഉണ്ടാകുക. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഫിമിഗേഷൻ ടൈമിൽ തന്നെ കിട്ടിയതായിരിക്കും. ഓക്കെ, അതായത് ഈവൻ നമ്പേഴ്സിനെ മോഡ് ചെയ്താൽ 0 ആയിരിക്കും. അത് കിട്ടാത്തവർക്കുണ്ടെങ്കിൽ മോഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് കണ്ടാൽ മതി. ഓക്കെ, അപ്പം ആ ഒരു കോൺസെപ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈവൻ നമ്പേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. ഈവൻ്റെ അകത്ത് സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ. ഓക്കെ, അതായത് 2ൻ്റെയും ബോത്ത് 2ൻ്റെയും പിന്നെ എന്താ പറയുന്ന ആ n-ൻ്റെയും ലീസ്റ്റ് മൾട്ടിപ്പിൾ. ഒരു ഈവൻ നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 വരണം. ഓക്കെ, ആ ഒരു കേസിൽ മാത്രമേ എന്താവും, നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവും. ഓക്കെ, അതായത് ഒരു ഈവൻ നമ്പേഴ്സിന് മാത്രമേ നമുക്ക് ഈവൻ നമ്പേഴ്സിനെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 5ൻ്റെ അകത്ത് 5 × 1 അത് നമുക്ക് ആൻസറായിട്ട് എത്ര വരിക, ഒരു ഓഡ് നമ്പറിനാണ് തരിക. ഇനി 5 × 2 നോക്കിയാലോ, അവിടെ നമുക്ക് 10 ആണ് ആൻസർ. അതായത് ആ ഒരു ആൻസറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എന്താ കിട്ടുക, നമുക്ക് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 0 ആയിട്ട് കിട്ടും. ഓക്കെ, അതായത് മോഡ് ചെയ്ത റിമൈൻഡർ 0 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസറാണ് ആഡ് ഓർ എടുത്തിട്ടുള്ള ആൻസർ. അതായത് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അതായത് n-ൻ്റെ ആണെങ്കിൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ എടുത്താൽ അതിൻ്റെ അകത്ത് ഏത് നമ്പറാണോ ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ് എനിക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്ന ആ ഒരു നമ്പറായിരിക്കും എന്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ആൻസർ. അതായത് ആ ഒരു നമ്പറായിരിക്കും നമുക്ക് ഈവൻ നമ്പേഴ്സിനെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഇനി ഇതാ ഈ 5നെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിട്ട് കിട്ടില്ല. ഓക്കെ, ആ ഒരു കാര്യം തന്നെയായിരിക്കും ഈ ലീസ്റ്റ് വീൽ വരിക. അതായത് 2ൻ്റെയും ഇവിടെ 2ൻ്റെയും E-ൻ്റെയും അല്ല ചോദിച്ചത്, അതായത് n-ൻ്റെയും. n എന്ന് വെച്ചാൽ 5, ഇതിൻ്റെ രണ്ടിൻ്റെയും ഏറ്റവും സ്മോളസ്റ്റ് ഇതായിട്ട് വരിക. ഇവിടെ 2ൻ്റെ 1 വരികയെങ്കിലും നമ്മൾ 2 ആയിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ, അതായത് ഇതിൻ്റെ അകത്ത് n-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് മോഡ് 2 ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് 0 ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു പോയിന്റിലായിരിക്കും എന്ത് നമ്മൾ സ്മോളസ്റ്റ് ഇൻറ്റീജേഴ്സ് നടക്കുക. ഓക്കെ, അത് 2ൻ്റെയും 5ൻ്റെയും കേസിലാണ് ഇവർ ചോദിച്ചത്. ഓക്കെ, അതായത് ഒരു ഈവൻ നമ്പേഴ്സ്, ആ ഒരു ഈവൻ നമ്പേഴ്സിൻ്റെയും ഇതിൻ്റെയും ലീസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കിട്ടണ്ടെങ്കിൽ, അതായത് ഏറ്റവും സ്മോളസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കിട്ടണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ n-ൻ്റെ അതായത് രണ്ടാമത് വരുന്ന 2ൻ്റെയും 5ൻ്റെയും അല്ലേ വെച്ചാൽ, അപ്പോൾ 5ൻ്റെ അതിൻ്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഏതാണോ ഈവൻ നമ്പേഴ്സിന് ഔട്ട്പുട്ടായിട്ട് തരുന്ന ആ ഒരു പോയിന്റിൽ മോഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റിമൈൻഡർ 0 ആയിട്ട് വരും. ആ ഒരു പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇനി അങ്ങനെയല്ല സിമ്പിളായിട്ട് നോക്കണ്ടെങ്കിൽ നമുക്ക് നോക്കണ്ടെങ്കിൽ ഇത് അതായത് 2ൻ്റെയും 5ൻ്റെയും കേസിലല്ലേ അവർ ചോദിച്ചാൽ, ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും, അതായത് 2ൻ്റെ കേസിൽ മാത്രമായിരിക്കും ഇത് പോസിബിളായിട്ട് വരിക. എനിക്ക് എല്ലാ കേസും ഒന്നും അറിയില്ല. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ ഇൻറ്റു ചെയ്താൽ 10 ആൻസർ കിട്ടും. ഈ 2 × 5 തന്നെയാണ് ഇവിടെ ആൻസറായിട്ടും വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഈവൻ നമ്പറിൻ്റെ ആണ്. ഓക്കെ, ആ ഒരു ഈവൻ നമ്പറിന് ഔട്ട്പുട്ടായിട്ട് വന്ന് നോക്കിയാൽ 6 എന്ന് തന്നെയാണ്. ഓക്കെ, ആ ഒരു കേസിൽ എന്ന് നടന്നു വെച്ചാൽ 6 × 1. ഓക്കെ, 6 × 1 6 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് മോഡ് ചെയ്യാൻ പറ്റും. മോഡ് ചെയ്താൽ 0 ആയിട്ട് കിട്ടി. ഓക്കെ, അതിനർത്ഥം ആ ഏറ്റവും സ്മോളസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ 6 മോഡ് 1, അതായത് 6ൻ്റെ 6 തന്നെയാണ് അതിൻ്റെ സ്മോളസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ആ ഒരു കേസ് മാത്രമേ ഇതിൽ പറയാനായിട്ടുള്ളൂ. ഓക്കെ, ഒരു ഈവൻ നമ്പറാണ് ഈ സെക്കൻഡ് ഓപ്ഷനായിട്ട് നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിളായിട്ട്. ഓക്കെ, അതിനകത്ത് n/6 എന്നാണുള്ളത്, ഔട്ട്പുട്ടും 6 എന്നാണുള്ളത്. ഓക്കെ, അതായത് ഒരു സ്മോളസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 6 and 2, അതായത് 6ൻ്റെയും 2ൻ്റെയും സ്മോളസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 6 തന്നെയായിരിക്കും. ഓക്കെ, അതായത് അതിനെ നിങ്ങൾ ഇത്രക്ക് അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതായത് ഒരു ഈവൻ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ എന്തായിരിക്കും, ആ ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കും സ്മോൾ നമ്പറായിട്ട് വരും. ഓക്കെ, അത് ഒരു ഈവൻ നമ്പറും 2ൻ്റെയും അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ള, ബോത്തല്ലേ ചോദിച്ചിട്ടുള്ളത്, അപ്പം അതിൻ്റെ 6 ആയിരിക്കും.
നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ആദ്യത്തെ 2 സെൻറ്റൻസ് ഇത് മാത്രം മതി. ഓക്കെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ആൻസർ കൊടുക്കാൻ പറ്റും ഈ 2 എക്സാമ്പിൾ മാത്രം വെച്ചിട്ട്. ആദ്യത്തെ കേസിൽ നോക്കിയാൽ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അല്ല ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ 10 ഔട്ട്പുട്ട് കൊടുക്കണം. അതായത് 10 എന്ന് വെച്ചാൽ ഈ 5 × 2 അല്ല 10, അപ്പോൾ അത് ഔട്ട്പുട്ട് കൊടുക്കണം. ഇനി n 6 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് കൊടുക്കണം, 6 തന്നെ കൊടുക്കണം. അതായത് n തന്നെ കൊടുക്കണം. അതായത് n 6 എന്ന് വെച്ചാൽ ഇതെന്താ ഒരു മോഡാണ്, അതായത് ഈവൻ നമ്പറാണ്. അപ്പം ഇതിൻ്റെ അകത്ത് അതായത് ആണ് ഇവിടുത്തെ ഇൻറ്റീജർ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം വെച്ചിട്ടാണ് നമുക്കിവിടെ കോഡ് ചെയ്യേണ്ടത്. ഇനി എന്താ കോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈഫ് കണ്ടീഷൻ കൊടുക്കുക. നമുക്ക് ട്രൂത്ത് വാല്യൂ അറിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പം ബ്രാക്കറ്റ് കൊടുക്കുക n mod 2. ഓക്കെ, n mod 2 കൊടുക്കുക, ബ്രാക്കറ്റ് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യണം, റിട്ടേൺ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഏത് വാല്യൂ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അതായത് ട്രൂത്ത് വാല്യൂ എന്ന് വെച്ചാൽ ഈ മോഡ് ചെയ്താൽ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈവൻ നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡ് ചെയ്യുന്നത് 2 ചെയ്യുന്നത്. ഓക്കെ, അതായത് മോഡ് 2 ചെയ്താൽ വരുന്ന വാല്യൂ എന്തായിരിക്കും, ഒരു 0 ആയിരിക്കും വാല്യൂ വരിക. അതായത് ഒരു ഈവൻ നമ്പേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നാൽ 0 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, അതായത് 0 ആൻസർ കിട്ടി നോക്ക്, അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, അതായത് n mod 2 ചെയ്താൽ എത്രയാണ്, അതായത് ഒരു ഈവൻ നമ്പർ വരുന്നെങ്കിൽ അവിടെ 0 ആൻസർ ആയിട്ട് വരും. ആ 0 എന്താ ഇവിടെ കണക്കാക്കുക, അതായത് 0 ഒരു ഫോൾസി വാല്യൂ ആണ്. അപ്പം ഈവൻ നമ്പർ വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന നമ്പർ എന്തായിരിക്കും, ഒരു ഫോൾസി വാല്യൂ ആയിരിക്കും. ഓക്കെ, അതായത് 0 എന്ന് വെച്ചാൽ ഒരു ട്രൂ ഫോൾസി വാല്യൂ ആണ് ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സീലും ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ ഒരു ഫോൾസി വാല്യൂ, അതായത് മോഡ് 2 ചെയ്തിട്ട് തെറ്റായിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, അതായത് 0 വരുന്നതെന്ന് വെച്ചാൽ ഈവൻ നമ്പർ വന്നാൽ അതൊരു ഫോൾസ് ആയിരിക്കും. അതായത് ഈഫ് കേസ് വർക്കാവില്ല, എൽസ് ഉണ്ടെങ്കിൽ എൽസ് വർക്കാവും. ഓക്കെ, പക്ഷേ നമുക്ക് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നപ്പോൾ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താ, n ആണ്. ഓക്കെ, അതായത് ഉള്ളിൽ കയറുന്ന ആ ഒരു വാല്യൂ തന്നെ ഔട്ട്പുട്ടായിട്ട് പോകണം. സെമിക്കോളൻ ഇടുന്നുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടി എൽസ് ഓപ്പൺ ചെയ്യുക. പക്ഷേ ഞാനിവിടെ എൽസ് ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം ഈ ഒരു കേസിൽ കേരി ട്രൂ ആണെങ്കിൽ അവിടെ റിട്ടേൺ നടക്കും. ഓക്കെ, ആ ഒരു വാല്യൂവിന് ഇടുന്ന് റിട്ടേൺ ചെയ്യും. ഇനി അഥവാ ഈ ഒരു കേസ് നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, താഴോട്ടേക്ക് വരുള്ളൂ. അഥവാ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ഇടുന്ന് തന്നെ റിട്ടേൺ അടിച്ച് പോകും, പിന്നെ ഈ ഫംഗ്ഷൻ പിന്നെ വർക്കാവുന്നില്ല. ഇനി ഈ കേസ് ഫോൾസ് ആയെങ്കിൽ മാത്രമേ ഇതിൻ്റെ താഴോട്ടേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എൽസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, റിട്ടേൺ എന്ത് കൊടുക്കണം, നമുക്ക് ഇതിൻ്റെ ഫോൾസ് ആയിട്ട് വരുന്നത് എന്താണ്, ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 × n കൊടുക്കണം. ഇനി ജസ്റ്റ് നമ്മളിത് റൺ ചെയ്ത് നോക്കിയാൽ കോഡ് വർക്ക് തന്നെയായിരിക്കും. ഓക്കെ, സോറി, നമ്മളെ ഇതിൻ്റെ അകത്ത് കുറച്ച് ലോജിക്കിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഓടി നമ്പറാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതായത് ഓടി നമ്പർ എന്ന് വെച്ചാൽ 5 വന്നാൽ എന്താണ്, ആടെയാണ് നമുക്ക് 2n വരേണ്ടത്. ഓക്കെ, അതായത് ഇവിടെയാണ് നമ്മളെ 2 × n വരേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ, അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ ആ ഒരു വാല്യൂ തന്നെ വിട്ടാൽ മതി. ഇതിൻ്റെ സിസ്റ്റം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 കേസും ഇതായിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റൺ ചെയ്ത് നോക്കാം, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.